ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ പച്ചക്കറികളും ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലെയിൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കിയാലോ? ഇത് ഞാൻ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്ലെയിൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പ്രഷർ കുക്കറിൽ നെയ്യ് താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ജാതിപത്രിയുടെ പകുതി, 1 തക്കോലം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. 2 സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ്. പ്രത്യേകിച്ചും ഈ സമയത്ത് പച്ചക്കറികളും മീനും ഒന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഈ കൊറോണ കാലത്ത് എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുക, മിതമായ രീതിയിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിക്കുക, ഒട്ടും തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഓരോരുത്തരും സഹകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രതിസന്ധി നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തത്. 4 പച്ചമുളകും ഏകദേശം ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും ബിരിയാണി മസാലയുമാണ് ചേർക്കുന്നത്. ഈ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. ഈ ഒരു മസാല തന്നെയാണ് ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയപ്പോഴും ഉപയോഗിച്ചത്. ചിക്കൻ ബിരിയാണിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റെങ്കിലും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നല്ല പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ബാസ്മതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് അരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇത് വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അരി നല്ലതുപോലെ കഴുകിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി.
ഇതിപ്പോൾ ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. 2.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അരി വെന്ത് വരുമ്പോഴേക്കും ഉപ്പ് പാകത്തിന് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നത്. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കുസ്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്